ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മംഗളവാർത്ത കാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ച. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറഞ്ഞു വയ്ക്കുക. വന്ധ്യമായ ഉദരം ശാപമായി കരുതിയിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠതയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവാനുഗ്രഹം സ്വന്തമാക്കുന്ന എലിസബത്തിനെക്കുറിച്ചും അവളുടെ ഭർത്താവായ സക്രിയയെക്കുറിച്ചുമുള്ള ചിന്തകളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. സന്തോഷിക്കുന്നവൻ്റെ കൂടെ സന്തോഷിക്കുവാനും സങ്കടപ്പെടുന്നവൻ്റെ കൂടെ സങ്കടപ്പെടുവാനുമുള്ള മനസ്സ് രൂപപ്പെടുത്തിയെടുക്കണം. തിരുവചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചുവെന്ന്. ഒരാൾ കരയുമ്പോൾ എല്ലാവരും സന്തോഷിക്കുന്ന ഒരേ ഒരു ദിവസം അത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ്. പണ്ടൊക്കെ കറണ്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മൾ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് നമ്മൾ നോക്കും, അവിടെ കറണ്ടുണ്ടോ എന്ന്. അവിടെ കറണ്ടില്ല എന്നറിയുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷമാണ്. നമുക്ക് കറണ്ട് വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് നമ്മൾ നോക്കാറില്ല, അവിടെ കറണ്ട് വന്നോ എന്ന്. എപ്പോഴും നമ്മുടെ സന്തോഷം മാത്രം നോക്കി നിൽക്കുന്നതാണ് നമ്മൾ പതിവ്. പക്ഷേ ഈ സുവിശേഷ ഭാഗം നമുക്ക് കാണിച്ചു തരുന്ന ഒരു പാഠമുണ്ട്. നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകണമെന്ന്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൂടെ സന്തോഷിക്കണമെന്നും. എവിടെയാണോ കാത്തിരിപ്പും പ്രാർത്ഥനയും ഉള്ളത്, അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകും. സുവിശേഷത്തിലെ സക്രിയായും എലിസബത്തും കാത്തിരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി. ഒടുവിൽ ദൈവം അവർക്ക് വലിയൊരു സമ്മാനം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാത്തിരിപ്പിനും അനുഗ്രഹവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രഹാം സാറയും ഒരു കുഞ്ഞിന് വേണ്ടി വർഷങ്ങൾ കാത്തിരുന്നു. അങ്ങനെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ട് ദൈവം അവർക്ക് ഇസ്ഹാക്കിനെ നൽകി അനുഗ്രഹിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ മനോവയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങൾക്കൊടുവിൽ സാംസൺ എന്ന കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഹന്ന എന്ന സ്ത്രീ ദേവാലയത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം നൽകുന്നുണ്ട്. അവൾക്ക് സാമുവേലിനെ നൽകി അനുഗ്രഹിക്കുകയാണ്. സുവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ സക്യോസ് മരത്തിൻ്റെ മുകളിൽ കാത്തിരിക്കുകയായിരുന്നു. അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി. കാത്തിരുന്ന സക്യോസിൻ്റെ അടുത്തേക്ക് ദൈവം കടന്നു വരികയാണ്. അവൻ കാണാൻ മാത്രം ആഗ്രഹിച്ചപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ദൈവം കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 41-ാമത്തെ വചനം, എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗിലെ രക്ഷാധികാരിയായ ജൈറൂസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ 12 വയസ്സ് പ്രായമുള്ള കുട്ടിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം നൽകുകയാണ്. സുവിശേഷത്തിൽ എവിടെയെല്ലാം കാത്തിരിപ്പും പ്രാർത്ഥനയും ഉണ്ടോ, അവിടെയെല്ലാം ദൈവത്തിന് അനുഗ്രഹമുണ്ട്. ചിലരൊക്കെ നമ്മളോട് പറയാറുണ്ട്, ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷേ അതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ സമ്മാനം ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഉയർത്തിയ ഒരു പ്രാർത്ഥനയും വെറുതെ നഷ്ടമായിട്ട് പോകില്ല. അതെന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ താങ്ങും തണലുമായിട്ട് എന്നും ഉണ്ടാകും. ഉണ്ണിയേശുവിൻ്റെ വരവിനായി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഈ 2 ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുവാനും നന്നായി പ്രാർത്ഥിക്കുവാനും ഉള്ള മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.